ക്രെയിൻ ഡൗൺ. മറിച്ചിടുവോ? നല്ല അസല് ഫ്രൈവ് കേട്ടോ. ചമ്മന്തി ആയിട്ട് ശരിയായിട്ടില്ല. ക്രെയിൻ അപ്പ്. ഈയിടെ ഇതൊരു തട്ടുകടല ചമ്മന്തി പോലെ ആയിപ്പോയല്ലോ. നാലല്ലി വേപ്പില, അത്ര തന്നെ പുതിനല, ഇച്ചിരി മല്ലിച്ചപ്പ്, വറ്റില മുളക്, ചുവന്നുള്ളി. ഇത് എണ്ണയിലിട്ട് വറക്കണം. മൂത്ത് വരുമ്പോഴത്തേക്കിന് ഒത്തിരി ഇഞ്ചിയുടെ ചേർത്ത് കല്ലേൽ വെച്ച് നന്നായിട്ട് അരച്ചെടുക്കും. എന്നിട്ട് 2 തുള്ളി വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ചാലിച്ചിങ്ങെടുത്താൽ മതി. അങ്ങനെ ഉണ്ടായിട്ടല്ലോ 10 ഇഡലി കൂടുതൽ. ശരി സാർ. ഈ തീറ്റ മാത്രമല്ലേ നടക്കുന്നുള്ളൂ. ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ജയന്റെ പെങ്ങളെ ബാലകീനാറിനെ കിട്ടിയ പോലെയാ സാറ് കയറി മേഞ്ഞുകളെ. അയ്യോ കുട്ടി പേടിക്കണ്ട, ഫുഡ് കഴിക്കുന്ന സമയം കാരണം കൊച്ചു സേഫാ. ഇതെന്നെ മാസികയാണോ? ഹേയ് പുസ്തക പരീക്ഷയാന്ന്, ഡിഗ്രി എക്സാം. ഇനിയിപ്പൊ എന്ത് പഠിപ്പ്? സൂപ്പർ സ്റ്റാറിന്റെ കൂടെ അല്ലേ അഭിനയിക്കുന്നേ? എല്ലാം പുള്ളി പഠിപ്പിച്ചോളും. എല്ലാം എന്റെ മകളുടെ ഭാഗ്യം. മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായികയാക്കും സാറ്. ഇല്ലേ ഞാനാക്കും. ആക്കും. സാറേ സാറേ നമസ്കാരം. നായകന്റെ അനിയത്തിയായിട്ടുള്ള ആ ക്യാരക്ടർ നല്ല മുളക് അരച്ച് ചേർക്കണം. നായകന്റെ അനിയത്തിയോ? മീൻകറി വെക്കുമ്പോഴേ നല്ല എരിവുള്ള മുളക് അരച്ച് ചേർക്കാൻ പറഞ്ഞു കേട്ടോ. സാറേ കളരിക്കാരിയാ. ഇവിടെ വല്ല വാൾപ്പയറ്റും ഉണ്ടോ? അയ്യോ കളരിയല്ല സാർ, കഥകളി. കലാതിലകവാ വർഷങ്ങളായിട്ട്. അല്ല, വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാ കലാതിലകമാകണമെന്ന്. അതിനുള്ള ശ്രമമുണ്ട്. 2 കരിക്കും കൂടെ. അനിയത്തി കുട്ടിയുടെ വേഷം ഇല്ലയോ? ഓക്കെയാ. ഇത്തിരി മസാല കൂടുതലാ. ഓക്കെ ആക്കാം അല്ലയോ? ക്രെയിൻ അപ്പ്. കുറച്ച് കഴിയും. ചമ്മന്തി അടുത്ത വരവിന് എടുത്തോളാം. വൈകുന്നേരത്തെ 1-2 പീസ് വേണം. MLA VS മറിയലീലാമണി ചിക്കൻ്റെ പീസ് ആയിക്കോട്ടെ. ചെറുതാണെങ്കിലും നല്ല വേഷമാ. ചെയ്യുവോ? ചെയ്യാലോ, ഇനിയിപ്പൊ ചെയ്യാലോ. ഞെട്ടിക്കും അല്ലേ? ഈ കൊച്ചൊന്നും മിണ്ടത്തില്ലേ? വീണ്ടും വരുന്ന വഴിക്ക് എന്നോട് സംസാരിച്ച നല്ല പാല് വരെ സംസാരിക്കും അല്ലേ? എന്നാ പേരനാ? മൃഗാളിനി. മൃഗാളി. മൃണാളിനി. ചമ്മന്തി അടയ്ക്ക് അറിയാം? ഞാൻ അടിച്ചാ മതിയോ സാർ? മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സിനിമാറ്റിക് ഭരതനാട്യം ഒക്കെ മതിയോ? മതി മതി, ഡാൻസ് അല്ലയോ? ധാരാളം മതി. കഥകളി അല്ലയോ? മുദ്രയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇച്ചിരി വെള്ളം പോലും തരരുത് കേട്ടോ. ഞാൻ പറയാതെ ഈ ക്രെയിൻ ആക്കണ്ട. അപ്പൊ എപ്പ ഞാൻ താഴെ ഇറങ്ങണം? എന്തായാലും ഉച്ച കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ. പോയി റെസ്റ്റ് എടുക്കും. പോ. അപ്പൊ ഉച്ച കഴിഞ്ഞ് ഇറങ്ങിയാ മതിയാ? ഇപ്പൊ ഞാൻ ക്രെയിനിൽ നിന്ന് വീണാനെ. സാറിന്റെ അടുത്ത പടം ഡോൾബിയാ. സംവിധായകനങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ഈ പേരങ്ങ് മാറ്റണം. നടിയായി പിന്നെ എന്ത് മാറ്റാലോ സാറേ? വലിയ നടിയൊക്കെ ആയി കഴിയുമ്പോ ആര് ചോദിച്ചാലും ഗോഡ് ഫാദർ ഞാനാന്ന് പറഞ്ഞേക്കണേ. അയ്യോ, അത് കുഞ്ഞാപ്പു സമ്മതിക്കുന്നു തോന്നുന്നില്ല സാറേ. അതാരായി കുഞ്ഞാപ്പു? മോളുടെ അച്ഛൻ. അയ്യോ, ഇവരുടെ ഗോഡ് ഫാദർ കുഞ്ഞാപ്പു തന്നെയാ സാറേ, സത്യം. നേരെ ശകലം ഇങ്ങോട്ട് തിരി. എടുത്തോടങ്ങിട്ടോ നമ്മളെ കേട്ടിനി. എന്താ നടന അതിന് അഭിനയിക്കാൻ വന്നതാ. അഭിനയിച്ചോ? അങ്ങോട്ട് മാറി അഭിനയിച്ചോ? നമുക്കെടുക്കാം. സാറേ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് അഭിനയിക്കാൻ വന്നേ. ചാലക്കുടി രാജാമണി. നാസുര വിദ്വാനാണല്ലേ? പേര് കേട്ട് എനിക്ക് അങ്ങനെയാ തോന്നിയത്. അല്ല, ഇവൻ മിമിക്രി വിദ്വാനാ. മെഡിക്കൽ ഷോപ്പിൽ ഫോൺ ചെയ്തിട്ട് വരാൻ പറഞ്ഞ്. ഓഹോ, താൻ വല്ലതും കഴിച്ചായിരുന്നു? ഇല്ല. എന്നാ പോയി മേക്കപ്പ് ചെയ്യേ. നമുക്ക് വല്ലതും കഴിച്ചാലോ? അപ്പൊ എടുക്കണ്ടേ? എന്നാ എടുത്തിട്ട് കഴിക്കാം. അപ്പൊ ഇങ്ങനെ വെച്ചു. എടാ, ഈ സംവിധായകൻ ആളൊരു പുലിയല്ലേ? ഇവൻ സ്റ്റാർ ആയിട്ടാ എല്ലാരും പുറകെ വരും. ഈ സംവിധായകരൊക്കെ എന്തിനാ 2 കൈ ഇങ്ങനെ പിടിക്കണത്? അത് നിനക്ക് മനസ്സിലായില്ല? ഇല്ല. എടാ, ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ വെച്ചാ ചന്തി കാണാനാ? ഇതൊരു പുതിയ അറിവാണല്ലോ. ഇങ്ങനെ പിടിച്ചാ മതിയല്ലേ? കൊള്ളാം. ആരുടെ ഇവിടെ കുൽസിത പ്രവർത്തനങ്ങൾ കാണിച്ചോണ്ടിരിക്കുന്നത്? എന്താ ഇവിടെ? അഭിനയിക്കാൻ വന്നതാ. നടന. നടൻ നീയോ? അല്ല ഇവൻ. അല്ല ഞാനാ. ഏത് വേഷം? ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ സാറേ, ഓട്ടോറിക്ഷക്കാരുടെ വേഷ. ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ. നിനക്കൊക്കെ ഓട്ടോ എന്ന് പറയുമ്പോ ഇത്ര പുച്ഛം എന്താ? സാറേ പുച്ഛിച്ചതല്ല, ഓട്ടോറിക്ഷ ഞങ്ങളുടെ ജീവിതമാ. സാറ് ലാലേട്ടന്റെ ഓട്ടോ കണ്ടിട്ടില്ലേ? ഓ, മോഹൻലാലാമെന്ന ആളാ അല്ലേ? എന്നാ ഇവന്റെ കറങ്ങി തിരിഞ്ഞ് ഇറങ്ങണ്ട ചെല്ലേ. ഇവനെനിക്ക് പണ്ടേ അറിയ കൊടുക്കാത്ത ചാടി. എന്താ സാറേ? ഇല്ല, ഇവൻ മാത്രമേ അഭിനയിക്കുന്നുള്ളൂ അതോ നിങ്ങൾക്ക് എല്ലാവർക്കും വേഷം വല്ലതും ഉണ്ടോ? ഞങ്ങള് കൂടെ വന്നാ. സന്ധ്യ കഴിയുമ്പോ ഒരു ഫുള്ളും മേടിച്ചോണ്ട് റൂമിലോട്ട് വരുന്ന ഒരു സംഭവം ഉണ്ട്. ആണോ? ആ വേഷം ഞാൻ ചെയ്യട്ടെ? അത് നന്നായിരിക്കും. വേഷമല്ല, ഒരു കുപ്പിയൊക്കെ മേടിച്ചോണ്ട് റൂമിലോട്ട് വന്ന പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ കണ്ട എല്ലാവർക്കും വേഷം കിട്ടും. അങ്ങനെ ചില പതിവൊക്കെ ഉണ്ട്. അല്ല സാറേ, ഞങ്ങളുടെ അടുത്ത് കാശൊന്നും ഇല്ലാട്ടാ. സാറേ വേണ്ട, കാശില്ലാന്നിട്ടാ. കടം പറയാൻ പറ്റുമോ?
എങ്ങനെ നീയൊക്കെ സിനിമയിൽ നന്നാവൂടാ? ഗുരുത്വം എന്ന് പറഞ്ഞൊരു സാധനം ആദ്യം വേണ്ടത് സീനിയറായ ആൾക്കാരെയൊക്കെ. വേണ്ട വേണ്ട. ആ രാധാമണി, റൂം നമ്പർ നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ്, എത്ര നേരം അന്വേഷിക്കണേ. വാ, മേക്കപ്പ് ഉണ്ട്. എന്താ ചേട്ടാ ഇത്? ഇതിനെന്താ കുഴപ്പം? കഴിഞ്ഞു ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടാ? എന്തിനാ ഇവിടേക്ക്? ഹാ, ഇവിടെ ശമ്പളമോ കുറവാ. ഇതൊക്കെ അല്ലേ മിച്ചുള്ളൂ. എന്ത്? അല്ല മോളു, മോളിന്റെ സ്കിന്നുമായിട്ട് മാച്ച് ചെയ്യണ്ടേ? കണ്ട എന്താടാ ഇത്? ഇതിലും ഭേദം വല്ല പെയിന്റിലും മുക്കി എടുക്കുന്നതായിരുന്നു. അങ്ങനെ ഇരുന്ന് അതാണ് അതിന്റെ ഒരു രസം. ഇതുപോലെ മേക്കപ്പ് ഇട്ട മമ്മൂട്ടറ പോലെ സിനിമയിൽ മിക്കവാറും എല്ലാരും കറുത്തിട്ടാ, ഒക്കെ മേക്കപ്പ് അല്ലേ. നോക്കൂ, ഇത് കൂടി ലിഫ്റ്റിക്ക്. ഇതുവരെ ഞാൻ ഇത് ആർക്കും ഇട്ട് കൊടുത്തില്ല. ചുണ്ട് കാട്ടിക്കേ. ഇവനൊക്കെ സമ്മതിക്കണം. എന്തൊരു യോഗല്ലേ. സിനിമയിൽ എല്ലാരെയും ഇങ്ങനെ വെളുപ്പിക്കോടാ. ശ്രീലിംഗക്കാരെ മാത്രം. അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റല്ലേ. അപ്പൊ സിനിമയിൽ വിളിക്കാൻ ലിംഗം മാറ്റം വേണ്ടി വരുമല്ലേ? അനങ്ങല്ലേ പടരും കുട്ടി. എന്ത്? ലിഫ്റ്റിക്കേ. വേഗം റെഡി ആണോന്നല്ലേ പറഞ്ഞത്? നീ ചെല്ല്. അല്ലെങ്കിൽ അയാളെ പെണ്ണിനെ തിരുമ്മിക്കൊണ്ടിരിക്കും. ചെല്ലി. അടക്കല്ലേ, തുറന്നു വെക്കും മിഴികൾ. ചേട്ടായിയെ, ആദ്യത്തെ ഷോട്ടാണെന്ന്. അതിന് അല്ല, എനിക്ക് മേക്കപ്പ്. ഇയാൾ ഓട്ടോ ഡ്രൈവർ അല്ലേ? ഇത് മതി, ഇത് കറക്റ്റാ അല്ലേ? ഒരു ടച്ചപ്പ്. ടച്ചപ്പാ? എന്ത് ടച്ചപ്പ്? എടോ, ഇയാൾ ഓട്ടോയുടെ ഡ്രൈവർ അല്ലേ? അതെ. അല്ലാതെ പൈലറ്റ് ഒന്നും അല്ലല്ലോ. ടച്ചപ്പ് പോലും ഓരോ നിറയ്ക്കുള്ളൂ അല്ലേ മോള്? ഇങ്ങോട്ട് നോക്കിയേ, ഈ കരിവാളിച്ച മുഖത്തെ പാൻ കേക്ക് ഇട്ടാലുണ്ടല്ലോ മൊത്തം പാണ്ട് പിടിച്ച പോലെ ഇരിക്കും. ഇത് മതി, ഇത് കറക്റ്റാ. എന്ത് ചെയ്യാന് മോള് കാണി. കരുവാളിപ്പൊന്ന് ഹോർച്ച് കഴിയാ പോവോ ചേട്ടാ? പോകും, നിന്റെ തൊലി പോകും. അല്ല പിന്നെ. ഇനി മോളൊന്ന് എണീറ്റേ. 14-15 എന്തിയടാ? അത് തന്നെ. ഈ മുടി വന്നിട്ട് ഇച്ചിരി മുന്നിലേക്ക് ഇടാവുന്നേ. ചേട്ടാ ഒന്ന് പറയോ? ഏയ്, ഒരു കാര്യമില്ല. ഇതൊന്നും ആർക്കും അങ്ങനെ ഞാൻ ചെയ്തു കൊടുക്കുന്ന അല്ല. അങ്ങനെ അവൻ്റെ ഒരു മേക്കപ്പ്. നമ്മക്കൊക്കെ എന്ത് മേക്കപ്പെടാ? നീ വന്നേ, വാ പാടങ്ങേട്ട്. എന്റെ മേക്കപ്പിലല്ലേ. എങ്ങനുണ്ട്? സൂപ്പർ സ്റ്റാർ വന്നോ? ഇങ്ങനെ ഇത്ര പെട്ടെന്ന് എത്തിയോ? കണ്ടില്ലെങ്കിൽ വല്ലതും പറയും. കണ്ടാ കോളിംഗ് ഗ്ലാസ് റെയിൻബോയാ. എന്ത് ഭംഗിയാടാ, ശരിക്കും സിനിമ കാണുന്ന പോലെ തന്നെ. ആ സ്റ്റൈലൊക്കെ ഒന്ന് നോക്കി. മേക്കപ്പ് ആയിരിക്കും. ഞാൻ വിളിച്ചായിരുന്നു സാറിന്. ഞാൻ താമസിച്ചോ? ഏയ്, സത്യം പറഞ്ഞ സാറ് 30 സെക്കൻഡ് നേരത്തെയാ. സമ്മതിക്കണം. സാറേ നമസ്കാരം. പേക്കിനാവിന്റെ സെറ്റ്. നമസ്കാരം ഡയറക്ടർ. അതെ, സാറിന്റെ പുതിയ പടം ഉണ്ടല്ലോ, ഭയങ്കര അഭിപ്രായം കേട്ടോ. 100 days ഉറപ്പെന്നാ പറയുന്നത്. അത് ഞാനൊരു ഡിഫറെന്റ് ആയിട്ട് ചെയ്തു നോക്കിയതാ. ഫീൽ ചെയ്യില്ലേ കേട്ടോ. നടക്ക സാറേ. സെക്കൻഡ് ഹാഫേ അതിഗംഭീരം എന്നാ പറയുന്നത്. അതെ അതെ. അത് ഞാൻ മനഃപൂർവ്വം ചെയ്താറോ? അത് ഫീൽ ചെയ്ത് കേട്ടോ. മാഷി 10 മിനിറ്റ് നേരത്തെ ബെല്ലടിച്ചത്. എന്റെ ശാന്തിരിച്ചറ, എനിക്ക് വിശന്നിട്ട് കണ്ടു കാണാൻ മേല. നല്ല മണം. ആ LP തോറ്റു പഠിച്ചാ മതിയായിരുന്നു. അതാവുമ്പോ കഞ്ഞെങ്കിലും കിട്ടിയേനെ. അതിനൊരു ക്ലാസ്സിൽ 3 കൊല്ലല്ലേ തോക്കാൻ പറ്റൂ. പിന്നെങ്ങനെയാ? കണ്ടിട്ട് കൊതിയാവണു. വിശന്നിട്ടാണേ വയ്യ. അത് തിന്നണ പിള്ളേരെ വയറളത്. നിങ്ങളാ ഒടുക്കത്തെ പുളിയമ്മങ്ങ. ഇതും കൂടി തീർന്ന പിന്നെ എന്തുട്ടാ ചെയ്യാ? അയ്യോ, എനിക്ക് കിട്ടിയില്ല. എനിക്ക് കൂടി ഇട്ടാടാ. പിടിച്ചോ. ആഞ്ഞു തള്ളട മക്കളെ. കുട്ടപ്പൻ നേരത്തെ എത്തിയില്ലോ. ചന്തയിൽ ഇന്ന് തിരക്ക് കുറവായിരുന്നു. ഇതൊന്ന് വേഗം ഇറക്കിയിരുന്നെങ്കിൽ. തങ്കപ്പനൊന്ന് ലീവാടും. അയ്യോ, താൻ തന്നെ ഇറക്കി തന്നാ നന്നായിരുന്നു. ഇറക്കൂലി ഞാൻ വേറെ തരാം. അയ്യോ, എന്നെ കൊണ്ട് പറ്റൂല. പക്ഷെ പ്രായമായില്ലേ. മാഷിന്റെ തോളത്തെടുത്ത് വെക്കാൻ വേണമെങ്കിൽ ഞാൻ സഹായിക്കാം. അയ്യോ, നടുവെട്ടി ഞാൻ താഴെ വീണു പോകും. ചക്കുവാണെങ്കി ഞാൻ ഇറക്കാം മാഷെ. നീയോ? അല്ല മാഷെ, ആ ഇറക്കൂലി എനിക്ക് കിട്ടിയ പെരയില് റേഷൻ വാങ്ങാൻ കൊടുക്കായിരുന്നു. നിന്നെ കൊണ്ടൊന്നും പറ്റില്ലടാ മണി. ഇനിയിപ്പോ കാശ് തന്നില്ലേലും വേണ്ട, ഞാൻ അടുത്ത് വെച്ചോളാം. ഒന്ന് താങ്ങി താഴെ. മാങ്ങ കൊള്ളാല്ലേ? പുളി മാങ്ങ കഴിക്കാനൊക്കെ തോന്നാറുണ്ടോ അപ്പ? ഒന്ന് നേടാ.
മണി കുറച്ച് കഞ്ഞി ബാക്കിയുണ്ട്, നീ കുടിച്ചോ. ഓ വേണ്ട, ഞാൻ കഴിച്ച. ഓ പിന്നെ സദ്യ കൊണ്ടിട്ടല്ലേ വരണത്. നീ ആ മാവിക്കാരന ഞാൻ കണ്ടാലടാ. നീ വേണമെങ്കിൽ ഇത് കുടിച്ചോടേക്കാ. അല്ലച്ചി, ഞാൻ UP-ലാ. അത് UP LP ഒന്നും ഇപ്പൊ നോക്കണ്ട. കുടിച്ചേടാ, നീ ഇത് പിടിച്ചേ. കുടിച്ചോടാ. സുഖുരാജൊന്നും കഴിച്ചിട്ടില്ല ചേച്ചി. ഇത് ഞങ്ങള് 3 പേരും കൂടി കഴിച്ചോട്ടെ? അതിനെന്താ, കഴിച്ചോടാ. എങ്ങട്ടാ അത്ര ധൃതിയില്? മേനോമാഷി നാടകത്തിൽ കുട്ടികളെ സെലക്ട് ചെയ്യാം മാഷെ. 7 B-ല്. നിങ്ങളെല്ലാം വലിയ കലാകാരന്മാരാണല്ലോ. നിന്റെ അരിയുടെ ഇറക്കൂലി വേണ്ടടാ. വാടാ. അഭിനയവും സംഗീതവുമെല്ലാം അരച്ച് കലക്കി കുടിച്ച ഒരു കലാകാരനാണ് ഞാൻ. വെറും അധ്യാപകനല്ല. ഞാൻ സംവിധാനം ചെയ്യുന്ന നാടകം, ഈ യുവജനോത്സവത്തിൽ നാടകത്തിനുള്ള കപ്പ് നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരും. നാടകത്തിന്റെ പേരാണ് കർണൻ. മാഷാണ് സംവിധാനം ചെയ്യുന്നെങ്കിലേ ഇപ്രാവശ്യത്തെ കപ്പ് മോഷ്ടിച്ചോണ്ട് വരേണ്ടി വരും. സൈലൻസ്, സൈലൻസ്. എന്താ പറഞ്ഞ? ഞാൻ കർണനാവാന്ന് പറഞ്ഞതായിരുന്നു. ഓ, കർണൻ അവൻ പറ്റിയ മുഖം, അരണമുഖം. അവിടെ ഇരിക്കെ. കർണൻ വാസുകുട്ടൻ നായർ തന്നെ. ആ, ഇനിയിപ്പോ കൃഷ്ണനെ വേണം. അപ്പൊ ടീച്ചറെ മാഷേ, രാജാമണി കൃഷ്ണനായ തകർക്കും. കൃഷ്ണൻ. എടാ, ദൈവങ്ങളൊന്നും കറുത്തിട്ടല്ല ഇരിക്കുന്നത്, നല്ല വെളുത്ത നിറമായിരിക്കും. പിന്നെ കാണാൻ നല്ല ഐശ്വര്യമായിരിക്കും. ഇത് ശരിയല്ലേ? കൃഷ്ണന് കറുത്തേറോന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആര്? രാമപ്പനോ? കറുത്ത തെങ്ങ് കയറ്റക്കാരനാണെന്ന് പറയാത്തത് ഭാഗ്യം. ടീച്ചർ അഭിപ്രായത്തിൽ ഇക്കൂട്ടത്തിൽ ആരുണ്ട് കൃഷ്ണാവാൻ പറ്റിയത്? രാജാമണി നല്ലതുപോലെ അഭിനയിക്കും. മാത്രല്ല കാർമുകിൽ വന്നല്ലേ കൃഷ്ണനെ വിളിക്കാറ്. അപ്പൊ കറുത്ത നിറം കുഴപ്പമുണ്ടോ മാഷെ? കുഴപ്പമുണ്ട്. ടീച്ചറുടെ അഭിപ്രായം ചോദിച്ചത് എന്റെ കുഴപ്പം. എങ്കിൽ പിന്നെ വേറെന്തെങ്കിലും ഒരു വേഷം എനിക്ക് തരാമോ മാഷെ? അതിനിത് കോളനി നാടകം അല്ലല്ലോടാ രാജാമണി. താണ ജാതിക്കാരോ വല്ല പറയുന്നുള്ളല്ലോ മറ്റോ വരുമ്പോ ഞാൻ നിനക്കൊരു വേഷം തരാം. ഈ നാടകത്തില് വേണ്ട. എടാ, കലയിലും ജീവിതത്തിലൊക്കെ കോളനിയും കോവിലകവും തന്നെയാ. ദൈവം, എന്തോട്ട് മഴയത്! എപ്പോ തുടങ്ങിയത്? ഈ തീയാണെങ്കിൽ കത്തുന്നില്ല. മക്കളെയും കൂട്ടി മേച്ചക്കടി കയറി കിടന്നോ. 3 വർഷമായി ഈ പൊരയ്ക്ക് ഓല മേഞ്ഞിട്ട്. നിങ്ങൾക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ. മക്കളെ, ഇതാണ് ജലസംഭരണി. ആ കുട്ടികളോട് ഉറങ്ങണ്ടെന്ന് പറയും. ഇപ്പൊ ആവും. നീ അവിടെ സദ്യ ഉണ്ടാക്കല്ലേ? പിന്നെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ആ ചെക്കന്ന ചില്ലറോണ്ട ഈ കപ്പ എന്നെ വാങ്ങിയത്. നിങ്ങൾക്ക് പിന്നെ കുടി മാത്രല്ലേ ഉള്ളൂ. മണിമുത്തു വാങ്ങിയ കപ്പ, എന്റെ അമ്മിനി വെച്ചൊരു കപ്പ, കാന്താരി ചേർത്തൊരു കപ്പ. തിന്നാലും ആക്രാന്തം തീരില്ല മോനെ. മണിയെ, നീ എന്നെ കണ്ണൂർന്നുറങ്ങിയ മണിയെ? എന്താ നമ്മള് മനുഷ്യന്മാർക്കുള്ളതുപോലെ ദൈവങ്ങൾക്കും വേറെ ജാതി ഉണ്ട് അച്ഛാ. ദൈവത്തിന് ജാതി? അതെപ്പോണ്ടായ? ആരോ നിന്നോടൊക്കെ പറഞ്ഞേ? മേനോമാഷി. അവരുടെ ദൈവങ്ങളൊക്കെ വെളുത്തിട്ടത്രേ, നമ്മുടേത് കറുത്തിട്ടു. അതുകൊണ്ട് തന്നെ നാടകത്തിൽ എടുത്തില്ല. അപ്പൊ നീ മനുഷ്യരുടെ നാടകത്തിൽ കളിക്കി. ദൈവത്തെക്കാൾ മേലെയാണ് മനുഷ്യര്. അത് നിനക്കറിയോ? എനിക്ക് ദൈവങ്ങളുടെ നാടകം മതി. എനിക്ക് ആ നാടകം കളിക്കണം. പക്ഷെ എന്നെ മാഷ് പഠിപ്പിക്കില്ല. അച്ഛനറിയോ? എനിക്കോ നാടകോ? ഏതാ, എനിക്ക് മനുഷ്യന്മാരുടെ ഭാഷ മാത്രം അറിയൂ. നോക്ക്, ഏറ്റവും വലിയ മാഷ് അവനാ. ഏകലവനെ അറിയോ നിനക്ക്? അതാരാ? മാഷ? മാഷല്ല, നിന്നെപ്പോലൊരു കുട്ടി. പഠിക്കണമെന്നുള്ള ആഗ്രഹം മതി. പക്ഷേ ആഗ്രഹം ഇവിടെ ഇങ്ങോട്ട്
പെരുക്കണം. അതിങ്ങനെ പെരുക്കി 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 മേളം അടിപൊളിയാണ്ടല്ലേ? ചെണ്ട കിട്ടിയ പിന്നെ അവന് വേറെ ഒന്നും വേണ്ടല്ലോ. അവനാ കൂടുതലുണ്ടാവും. നീ ഇവിടേക്കാണാ നേരത്തെ പോണ്ടേ? ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നു ഇഷ്ട. നീ വന്നടാ. ഇത് പിടിച്ചേ, ഞാൻ പോവാ. ഒരു ഇന്റർവ്യൂ ഉണ്ട് കലാസദനില്. ദേവേ കിട്ടിയാ മതിയായിരുന്നു. എടാ സുഖുവേ, ഇന്റർവ്യൂ എന്തിനാടാ? വല്ല പ്യൂൺ പണിയാണോ? പിയൂണ് പണിയാ? പിയൂണ് പണിയായിട്ട് കളക്ടർ പണിക്ക് വരെ ഞങ്ങൾ പോവില്ല. എടാ ഞങ്ങള് കലാകാരന്മാരാണ്, അറിയാ? അതിനൊക്കെ നല്ല പഠിപ്പും വേണം. പഠിപ്പ് മാത്രം പോരാ, പിന്നെ നല്ല ലുക്കും വേണം. എന്നെ പോലെ ഒന്ന് വന്നേടാ ചലക്കാണ്ട്. അതൂയ. എടാ മണിയെ, എന്താടാ നീ നൈറ്റ് വണ്ടി എടുക്കണ്ടോ? എന്തേ? അല്ലെങ്കിൽ ഞാൻ രമേശിന് ചോദിച്ചിട്ടുണ്ട്. അയ്യോ ചതിക്കല്ലേ, ഞാൻ രാത്രി പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നെടുത്തോ. നാളെ അമ്മേനായിട്ട് ഡോക്ടറിനെ കാണാൻ കാശ് വേണേ. വണ്ടി എടുത്തോടാ. അപ്പൊ മണി കലാസദനിൽ ചേർന്നു. പിന്നെ അല്ലാണ്ട് നമ്മുടെ മണി കലാസദനിൽ ചേർന്നു. അതെയാ? ശരിക്കും? അവനോട് പറഞ്ഞോളൂ, അവനിതോടെ പോയി. കുറച്ചിട്ടോട്ടെ ചേട്ടാ, പൈസ കൊടുത്ത് പിടിച്ച സാധനം അത്. മണി നീ ഇവിടെ നിൽക്കണം. എന്തുണ്ടത്? പോൺസ്. നീ അത് കളഞ്ഞേ? അല്ല ഇനിയിപ്പോ കറുത്തന്റെ പേരിൽ ഒരു കുഴപ്പമുണ്ടാവണ്ടല്ലോ. ആ ഒരു തോന്നല് നല്ലതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ അടുക്കളക്ക് വൈറ്റ് വാഷ് അടിച്ച പോലെ ഉണ്ട്. അതല്ലടാ, പോണടുത്ത് നിന്നൊക്കെ തൊലി കറുത്തു പറഞ്ഞ് തോറ്റു വരലല്ലേ പതിവ്. അപ്പൊ ഇത്തവണ ഇത്തിരി വെളുത്തിരിക്കട്ടെ എന്ന് കരുതി. നീ ഇങ്ങനെ വെളുക്കാൻ തുടങ്ങി എന്റെ കുടുംബം വെളുക്കട്ടാ. കോലം കിട്ടാതെ നീ അത് ഉടച്ചോളഞ്ഞ്. നീ പേടിക്കണ്ട, അവിടെ ഒരു അച്ഛനുണ്ട്, മൂപ്പര് കറുത്തിട്ടാണ്. ഏയ് അച്ഛൻ വെളുത്തിട്ടാ? അച്ഛനല്ല, അച്ഛന്റെ കുപ്പായം. ഓ കുപ്പായം. നീ ഇപ്പൊ പഴയ മണിയൊന്നും അല്ലല്ലോ. പിന്നെ അല്ല, സിൽമാടനല്ലേ സിൽമാടൻ, നാളത്തെ മമ്മൂട്ടി. ഞങ്ങളുടെ കറുത്ത മമ്മൂട്ടി. ചന്തുവിനെ തോപ്പിക്കാൻ ആവില്ല മക്കളെ. പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമരമൊട്ടായിരുന്നു, ഒരു താമരമൊട്ടായിരുന്നു. ഓക്കേ, അപ്പൊ ശരി, വൈകിട്ട് കാണാട്ടാ. നേരത്തെ എത്ര? വിട്ടാ വാസോട്ടോ പോട്ടെ. മണിയെ എവിടെയായിരുന്നു പ്രോഗ്രാം? കോഴിക്കോട് അമ്പലത്തില് പൊരിക്കണട്ടാ. പിന്നെന്താ, ഇന്ന് പുതിയ 1-2 ഐറ്റം കൂടെ കളിക്കണ്ടേ? നമ്മളെല്ലാരും വന്നിട്ട് ചായ എടുക്കട്ടെ മണിയെ. ഇപ്പൊ വേണ്ട ചേട്ടായിയെ, വീട്ടില് നല്ല കട്ടൻ ഉണ്ടാവേ. കളി. ഞാനും അളിയനും കൂടി തോട്ട് വരമ്പെ പോകുമ്പോ തോട്ട് വരമ്പത്തൊരു ചേനത്തണ്ടൻ. ദേവിയെ ചേനത്തണ്ടൻ കാണോ? മീനുട്ടി ദൈവേ, കാണോന്ന് ഇപ്പൊ മനസ്സിൽ അങ്ങോട്ട് വിചാരിച്ചുള്ളൂ. രാവിലെ അമ്പലത്തിൽ പോയതാ. മീനുട്ടി ഇക്കരെ വാ, നമുക്ക് ഇതുവഴി പോവാം. ഞാനെങ്ങനെ അക്കരെ വരാ? ഞാൻ എടുത്തോണ്ട് വരട്ടെ ഇക്കരക്ക്. ഞാൻ റെഡി. എന്നാ ഞാൻ എപ്പോഴേ റെഡി. എന്നാ വാ. ദേ വരണു. വീഴണ്ടട്ടാ. നോക്കിക്കാണ്ട് ഇങ്ങോട്ട് പോര്. വാ 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 മീനുട്ടി. ഉള്ള നെമ്മീനും ഞണ്ടൊക്കെ തിന്നിട്ടാവൂലേ, നല്ല വെയിറ്റ്. മീൻകാരന്റെ മോള് പിന്നെ പച്ചക്കറി കഴിക്കാം. അതെ, മീനുട്ടീനെ കെട്ടിയിട്ട് വേണം എനിക്ക് വയറ് നിറച്ച് കൊഞ്ചും കരിമീനും കഴിക്കാൻ. കൊതിച്ചിരുന്നോ കരിമീനും കൊഞ്ചും തിന്നാ? അച്ഛനെ കണക്ക് പറഞ്ഞ് കാശ് മേടിക്കും. ഇവിടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ചില പ്ലാനൊക്കെ ഉണ്ട് എനിക്ക്. എന്തുട്ടാ പ്ലാൻ? പറയാം. എന്താ തുറന്നു നോക്ക്. ഹായ്, ഇത് ഇതുവരെ മറന്നില്ലേ? എത്ര കാലായി ഞാൻ പറഞ്ഞിട്ട്. മീനൂട്ടി പറഞ്ഞത് എനിക്ക് മറക്കാൻ പറ്റുമോ? അതിന്റെ നെഞ്ചി തന്നെ ഉണ്ടേ. അപ്പൊ സ്നേഹണ്ട്. എന്താ പെണ്ണിനൊരു സംശയം? ഇപ്പൊ മിമിക്രിക്കാരന് വലിയ തിരക്കാന്ന് കേട്ടല്ലോ. പിന്നെ അമ്പലത്തിൽ നിന്ന് പ്രോഗ്രാമിന് വരില്ലേ? എന്നത്തെ പോലെ മുന്നിൽ തന്നെ ഉണ്ടാവും. നീ ഇത് കഴിച്ചേ. എനിക്കൊന്നും വയ്യ അച്ഛനോട് പറയാൻ, നീ തന്നെ പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞ എന്റെ അടുത്ത് ചാടിക്കടിക്കും, ചിലപ്പോ തല്ലും കൊള്ളും.
നീയല്ലേ പുന്നാര മോള്, നീ തന്നെ പറഞ്ഞാ മതി. മത്തിമുലാളി എത്തി. എന്നാ പിന്നെ ബാക്കി ഞാൻ പാപ്പിയുടെ കടയിൽ കൊടുത്തേക്ക്. അതുപോലെ ആയിക്കോട്ടെ. വൈകിട്ട് കുന്നംകുളത്ത് പോണം, മറക്കണ്ട. അത് ഞാൻ എത്തിക്കോളാം. കുഞ്ഞാപ്പനെത്തിയോ? അവരെത്താറേടാ? ഇല്ല, കാപ്പിക്ക് മുന്നേ എത്തും. ഞാൻ പിന്നെ ഇത്തിരി നേരത്തെ പോന്നുള്ളൂ. അവിടെ നിക്ക. ഓ, നമ്പൂരാര. എന്തേ? ഒന്നുമില്ല. എന്തോ പറഞ്ഞല്ലോ. അത് പിന്നെ നമ്മടെ ജാതിയിൽ ഇങ്ങടെ അത്ര മുന്തിയ കൂട്ടർ ഇവിടെ ഇല്ലാലോ, അതാലോചിച്ച. കിണ്ടിയുള്ളവരെ അല്ല, മുറ്റത്ത് കിണ്ടിയുള്ളവരെ. എന്തുട്ടൊരു കുടുംബ മഹിമ. മുറ്റത്ത് കിണ്ടിയുമ്പോഴുള്ള എത്ര കുടുംബക്കാരുണ്ട് ഈ നാട്ടില്. അങ്ങനെ ജാതി നോക്കിയാ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ മുന്തൂരി തന്നെയാ. എന്ന് വെച്ചാൽ എന്റെ ഗമയൊന്നും കാട്ടണില്ലല്ലോ. അതില്ല. അങ്ങനെ ജാതിയും വലുപ്പവും നോക്കിയിരുന്നെങ്കിൽ അന്നെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റിയെടുത്തോ. നീ വിഷമിക്കണ്ട, ബ്രോക്കർക്ക് എവിടെയും കയറാം. ഒരു തമ്പറാൻ. നീ ഇത് കഴിക്കാതെ പോന്ത്. അച്ഛൻ വരുന്നുണ്ട്, കിട്ടും. എടിയേ. ഓ, എന്താ എന്റെ മോക്കൊരു വല്ലായ്മ? എന്തുപറ്റി? മോള് പോയി ഒരുങ്ങിട്ടോ. ഒരുപ്പോ വരും. ചെല്ലേ, അച്ഛനല്ലേ പറയണ. ചെല്ലേ. അതെ. എന്തേ? ഇവക്ക് കല്യാണം വേണ്ടാന്ന് എന്നോട് പറഞ്ഞോ? മോളെ, മോളുടെ നല്ലതിനല്ലേ അച്ഛനീ പറയണേ. രാജാമണിയുടെ കാര്യമില്ലേ? ഓനീ മിമിക്രിയും കാട്ടി നടക്കണവനാ. നാളെ എന്താവെന്ന് ആർക്കറിയാം? ഇപ്പൊ സിനിമയിലൊക്കെ ഉണ്ടച്ചാ, നല്ല പേരുണ്ട്. ആർക്ക്? ഓനോ? ഇതുകൊണ്ടൊക്കെ എങ്ങനെ ജീവിക്കാനാ? നാളെ എന്തുണ്ടാവുന്ന ആർക്കറിയാം? എന്തൊക്കെയായാലും ഓന്റെ രൂപം വെച്ച് മോഹൻലാലൊന്നും ആവുമോന്നില്ലല്ലോ. എന്നാ കുമാരനെ പോലീസാ. നാളെ അവൻ വലിയ നിലയിലാവും. നമ്മുടെ ജാതിയില് ഒരു പോലീസുകാരന് വേണമെങ്കിൽ കയറി SP വരെ ആവാം. എന്നാ നിന്റെ രാജാമണിയോ എത്ര കയറിയാലും തെങ്ങിന്റെ മോളിൽ തന്നെ. മോളെ, പോലീസുകാരന്റെ കെട്ടിയോളെന്ന് പറയുമ്പോ അതൊരു ഗമന്യാ. നിനക്ക് മാത്രല്ല, ഞങ്ങൾക്കും. സിനിമയും നാടകമൊന്നും ഇല്ലെങ്കിൽ രാജാമണി വെറും കൂലിപ്പണിക്കാരനാ. നീ ആലോചിക്ക്, പോലീസുകാരന്റെ കെട്ടിയോളായിട്ട് ജീവിക്കണോ അല്ല രാജാമണിക്കൊപ്പം പട്ടിണി കിടക്കണോന്ന്? അത് തന്നെ. ഇനി എല്ലാം എന്റെ ഇഷ്ടം പോലെ. മോളെ, ശരിക്കാലോചിക്ക്. നമ്മൾ സ്വപ്നം കാണാറില്ലേ, അതുപോലൊരു സ്വപ്നാന്ന് കരുതിയാ മതി. പക്ഷേ മനുഷ്യൻ എന്നെ കല്യാണത്തിന് പറഞ്ഞോട്ടാ. അതിരെ നിന്റെ മുറച്ചെറുക്കൻ വന്നിട്ടോ ബോംബെന്ന്. സൂപ്പർ. ഓക്കെ അല്ലേ സാറേ? ഓക്കെ അല്ലേന്ന് ചോദിച്ചാ ഓക്കെ അല്ല. എന്തു പറ്റിയിടാ നിനക്കൊരു മൂഡ് ഓഫ്? എനിക്കോ? ഒന്നുമില്ല. പിന്നെ എനിക്കറിയാവുന്നല്ലേ. നീ ഒന്ന് റിലാക്സ് ചെയ്യ്. ബ്രേക്കിങ് എടുക്കാം. ബ്രേക്ക്. സാറേ, നാളെ ക്യാപ്റ്റൻ രാജ് സാർ ഇല്ലെന്നാ പറയുന്നത്. എങ്കിൽ താനാ മുരളിയെ വിളി. ഓ, മണി. പുതിയ ഐറ്റം ഒന്നുമില്ല ഇതിന്റെ ഉണ്ട് സാറേ, പക്ഷെ ഇപ്പൊ ഒരു മൂടില്ല. പിന്നെ കാണിക്കും മണി. സാറ് പറഞ്ഞതല്ലേ, എന്റെ മൂഡ് ഔട്ട് ഒന്ന് മാറട്ടെ. കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ഒരു പെണ്ണ് പോയാൽ മറ്റൊന്ന് വിട്ടുകളടാ മണി. 4 പടം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ഇതിന് പറ ക്യൂ നിൽക്കൂലടാ. ഞാനൊന്നും പറഞ്ഞില്ല. എന്തുട്ട്? അല്ല, നീ പ്രേമിച്ചോന്നെ വേറെ കെട്ടിക്കൊണ്ടുപോയാൽ ആ കൊച്ചിനെ വേറെ പോലീസുകാരൻ കെട്ടിയല്ലേ? അപ്പൊ എല്ലാ കഥ ഇവിടെ വിളമ്പില്ല. എന്തായിരുന്നടാ പ്രശ്നം? ജാതി തന്നെ സാർ. ജാതി എന്ന് പറഞ്ഞാ രണ്ടാളും ഒരു ജാതി തന്നെയാ. എന്നാലും അവര് കിണ്ടിന്ന് കാല് കഴുകി വീട്ടിൽ കയറണോരാ. കീഴ്ജാതിക്കാരിലെ മേൽജാതിക്കാര്. കാല് കഴുകുന്നതിന് ജാതി ഉണ്ടോ? നീ എതിവിടെ ഒരു സാധനം കാണിക്കേ.
പ്രാർത്ഥിക്കുന്നേലി. ഓക്കെ. പരമേശ്വരന്റെ പുത്രനായ ഗണപതി ഭഗവാനെ, അവിടുന്ന് ഈ സാധുവിനെ കാത്തു രക്ഷിക്കണമേ. ഈ നാട്ടിൽ മാർജാരന്മാരുടെ ശല്യം കൂടി വരികയാണ്. അങ്ങൊന്ന് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണേ എന്റെ പൊന്നു ഭഗവാനേ. ദേ പൂജ. സാറേ, പുതിയൊരായിട്ടുണ്ട്, പക്ഷെ ശരിയായി പറഞ്ഞേ ഉള്ളൂ. എന്നാ കാണിക്കടാ. ഞാനൊന്ന് കാണിക്കാം. ചേട്ടാ പടി ഒന്ന് തന്നെ ഒന്ന് നീങ്ങോ. സാറേ, ഈ റോഡൊന്ന് മുറിച്ച് കിടക്കാൻ സഹായിക്കോ? സാറേ, ആരും ഇല്ലല്ലേ? എങ്ങനെയുണ്ട് സാറേ? ശരിക്കും അന്തന്മാര് നിന്നെ കണ്ട് പഠിക്കേണ്ട അവസ്ഥയാണ്. നിന്റെ ഒബ്സർവേഷൻ അത് സംഭവിച്ചു. ഇതാണ് ആ ഒരു കലാകാരന് വേണ്ടത്. ഇതിനെയല്ലേടോ ചിലർ മിമിക്രി എന്ന് പറഞ്ഞ് കളിയാക്കുന്നത്. എന്താ സാറേ, നമുക്ക് ഈ ക്യാരക്ടർ വെച്ച് ഒരു പടം ചെയ്താലോ? ശരിക്കും പരീക്ഷണമാണ്. ഞാനൊരു സബ്ജക്റ്റ് നോക്കാം. ചിലപ്പോ നാഷണൽ ലെവൽ വരെ എത്തും, ശ്രദ്ധിക്കപ്പെടും. നോക്കിയാലോ? ഹരിസാറ് പറഞ്ഞ കേട്ടോ, മണിയുടെ ഭാഗ്യം. നാളെ ഹീറോ ആകാൻ പോകുന്ന ആളല്ലേ നീ? ഇന്ന് കർക്കിടക മാസത്തിലെ കർത്തവാവ. മോഹൻ ടെൻഷൻ അടിക്കണ്ട. ജീവിതം മുഴുവൻ ഇരുട്ട് കയറിയ രാമുവിന്റെ കഥയല്ലേ ഇത്. നമുക്ക് കർത്തവാവൻ തന്നെ തുടങ്ങി ഒന്ന് പരീക്ഷിക്കാം. നമ്മുടെ രാജാമണി അഭിനയിച്ച് ഗംഭീരമാക്കിയാൽ ഈ പടം വിജയിക്കും, ഉറപ്പാ. യൂസുഫ് സാറേ, ഏതായാലും ഈ പടത്തിലെ ക്യാമറ തകർത്ത് അഭിനയിച്ചിരിക്കും, അത് ഞാൻ ഉറപ്പ് തരുന്നു. ഉഗ്രൻ ലൊക്കേഷൻ അല്ലേ, ഇനിയെല്ലാം മണിയുടെ കയ്യിലാ. ഹരിസാർ എടുക്കണേ റിസ്ക് കാണുമ്പോ പേടിയാവട്ടാ. എന്നെ ഇട്ടെന്റെ പേരില് കൂടെ അഭിനയിക്കാൻ പോലും ആളെ കിട്ടാനില്ല. നീ ഒന്ന് ചുമ്മാരി. മലയാള സിനിമയിൽ നല്ല മനസ്സുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, നമുക്ക് നോക്കാടാ. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോ എൻ മനസ്സിൽ പാട്ടുണരും. ഇല്ലാതെ ഇങ്ങനെ ഒരു വിജയം ആരും പ്രതീക്ഷിച്ചില്ല. ഈ വരുന്നവന്റെ ടൈമാ. എന്താടാ മണി, സന്തോഷമായോ? സന്തോഷം ആയില്ലെന്നോ? ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല സാറേ. അയ്യോ, മരിച്ചേക്കല്ലേ? അതെന്താ സാറേ? എനിക്ക് നിന്നെ വെച്ച് കുറെ പടം എടുക്കണം. സന്തോഷം കൊണ്ട് എനിക്കിപ്പോ ചാവണമെന്ന് പറഞ്ഞ് കിടക്കാം സാറേ ഇവനിപ്പോ. ഒത്തിരി നന്ദിയുണ്ട് സാറേ. ശരിക്കും നിന്നോടാ നന്ദി പറയേണ്ടത്. ഞാൻ പ്രതീക്ഷനേക്കാൾ നീ കസറി. സാറേ, എല്ലാരും പറയണത് നമ്മൾ ഈ പടം അവാർഡിന് അയക്കണോന്നാ. നോക്കാം. പക്ഷെ ഈ അവാർഡ് ലോബിയില്ലാത്ത നമ്മൾ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതുവരെ എഴുതി തീർന്നില്ല.
പ്രഖ്യാപനമായിട്ടില്ല. ഉടനെ ഉണ്ടാവുന്ന കേട്ടോ. മൊത്തം തെറ്റാണല്ലോ. അവിടെ വെച്ച സുഖ ചേടാ സുഖുവേ നോക്കിയടാ. ഒന്നില്ലേ നീ സ്കൂളിൽ പോയല്ലോടാ. കറുത്ത അല്ല റമ്മിന്റെ ശരിയാക്കി എഴുതടാ. എന്റെ പൊന്നു രാജ നീ വെറുതെ മനുഷ്യ ചിരിക്കല്ലേ. റൂ ആണ് ഉറുമ്പിന്റെ റൂ. തീരുമാനിക്കണം. ഞാൻ കാണിച്ചുതരാം. സുഖോടാ സുഖം നീ കറക്റ്റായിട്ട് എഴുതടാ. എടാ അത് ഇറാണിത് ഇറാണിത്. അങ്ങനെ നമ്മൾ പറയുമ്പോ അങ്ങനല്ലേ കറുത്ത. സുഖം ഇങ്ങനെ ചന്ദ്രക്കലിട്ടാണ് റമ്മിന്റെ റായത്. ഇന്നത്തെ മീൻ എന്റെ വകയാ. ആയിക്കോട്ടെ. ഇത് ഏത് വിവരദോഷിയാണ് എഴുതിയേക്കുന്നേ? ഇവന്മാരെ സ്കൂളിൽ പോയിട്ടില്ല. നീ 5ാം ക്ലാസ് വരെ പോയതല്ലേ? കുറുപ്പിന്റെ റൂ കറുത്ത മുത്ത് ഇതാടാ ശരി. അതെ ഞങ്ങളല്ല കാശ് തരുന്നത്. ഞങ്ങൾ പറയുന്ന പോലെ എഴുതിയാ മതി. റമ്മിന്റെ റാ അതാ ശരി. എടാ ഇങ്ങനെയാണ് റമ്മിന്റെ റായത്. നിന്റെ അമ്മയുടെ തല എന്നെ കൊണ്ട് പറ്റിയൊന്നും ഇതുണ്ടാക്കാനൊന്നും. മണിക്ക് ഫോൺ വന്നു. വേമ്പാ നീ ഇത് എഴുതിയിട്ട് പോയാ മതി. കുറുപ്പിന്റെ റൂ കറുത്ത മുത്ത്. തട്ടല്ലേ എടുത്തോ ഇതാണ് എരിവും പുളിയുള്ള കൊടുക്കണ സ്കോച്ച് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പിട്ട് മാറ്റിയ പൊട്ട രണ്ടിനടിയാണ്. അതെ എന്തായി തീരുമാനമായോ? എന്ത് തീരുമാനമാവാൻ? അതുറപ്പല്ലേ ഇത്തവണത്തെ ദേശീയ അവാർഡ് എന്റെ രാജാവണിക്ക്. ഹലോ മാതൃഭൂമിന്നാ. ഓ സന്തോഷം കേട്ടോ. ഓ മണി ചെലവുണ്ട്. നമ്മളൊക്കെ പാവങ്ങളല്ലേ. നമുക്ക് അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞാ അതൊരു സന്തോഷം തന്നെയാ. ഓ ഇങ്ങടേക്കോ? ആയിക്കോട്ടെ. ഡാ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. അവരെല്ലാം കൂടെ ഇങ്ങോട്ട് പറഞ്ഞു. നീ ഒന്ന് നോക്കിക്കോണേ. ആ കാര്യം ഞാൻ ഏറ്റ്. നീ ഒരു കളർഫുൾ ഡ്രസ് എടുത്തിട്ടാ നോക്ക്. ടിവിയിലും പത്രത്തിലൊക്കെ വരാനുള്ളല്ലേ. എടാ മണി ഈ ദേശീയ അവാർഡ് എന്ന് വെച്ചാല് എത്ര കിട്ടും? 19 ലക്ഷം രൂപ കിട്ടും. 25,000 എന്നാ പറഞ്ഞേ. 25,000? ആ ഇന്നത്തെ ചെലവ് 3-4 ലക്ഷം രൂപ വരും. ഈ അവാർഡ് എന്ന് പറയുന്നത് ഒരു അംഗീകാരല്ലേ, കാശല്ലല്ലോ വലുത്. ഇത് പൊളിച്ചുട്ടോ. എന്റെ ഭാര്യക്ക് സൗന്ദര്യ സങ്കല്പുണ്ട്. ഞാൻ വിശ്വസിക്കൂല. അതെ അങ്ങനെയാണ് നിന്നെ കിട്ടൂല്ലോ. ഹലോ എന്തായി സാറേ? ആണോ? ഓ താങ്ക് യു സാർ. എടാ ഡൽഹിന്നാ ഏതാണ്ട് ഉറപ്പിച്ചു. റമ്മിന്റെ റാ ഒരുത്തന് ഉറുമ്പിന്റെ റു പഠിക്കാനും പോകും. ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ എഴുതിയത്? കുഴഞ്ഞല്ലോ ഈശ്വര. രാമപ്പന് കുറുപ്പിന്റെ റൂ ആണോ അതോ റമ്മിന്റെ റായാണോ വേണ്ടത്? നിന്റെ അപ്പന്റെ റായ് ഇല്ല രാമപ്പ. എന്റെ മോനെ കറുത്ത മുത്തുന്ന ആരടാ പറഞ്ഞത്? കറുത്തതല്ലേ? എന്റെ പെരുങ്കാളിയമ്മേ ഈ രാജാമണിക്ക് അവാർഡേ കിട്ടണ്ടായിരുന്നു. ഇത് പേരെ എഴുതുന്നത് നിന്റെ അമ്മൂപ്പന്റെ കറുത്ത ഇവിടെ വെളുത്ത ഹരിസാറ്. ഹലോ ഹരിസാറുണ്ടോ? നമുക്കിത് അവിടുന്ന് ഡൗണിൽ നിന്ന് അപ്പിലോട്ട് പോയി അതാ ഫ്രെയിം. സാറേ രാജാമണി അവിടെ പ്ലാൻ ചെയ്തോ. എന്താടാ സാർ അറിഞ്ഞോ അവാർഡ് നമുക്കന്ന്? ഞാനും കേട്ടു. നീ ഇപ്പൊ ഇത് ആരോടും പറയണ്ട, അനൗൺസ് ചെയ്യട്ടെ. അല്ല ഡൽഹിന്ന് നായർ സാറ് വിളിച്ചിരുന്നു. ഏതാണ്ട് തീരുമാനമായിന്നാ സാറേ പറഞ്ഞേ. ഈ നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല, പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള ആൾക്കാർക്ക്. മിമിക്രി ആണെന്ന് പറഞ്ഞ ഒരിക്കൽ സ്റ്റേറ്റ് അവാർഡ് റിജക്ട് ചെയ്ത് അറിയാലോ. അത് മറക്കണ്ട സാറേ. ഞങ്ങളിവിടെ ആഘോഷമൊക്കെ തുടങ്ങി. സാറ് വരുമോ? ഞാനിവിടെ മദ്രാസിലാ. ഓ ആണോ? ഓക്കെ സാറേ. വേഗം എടുക്കടാ അല്ലേ വേവൂടും. ഇത് കറക്റ്റായിട്ട് പൊട്ടുവോ? ടിവിയിൽ ന്യൂസ് വന്ന സാധനം അപ്പൊ പൊട്ടിരിക്കും. അങ്ങോട്ട് മാറിയെന്നോ അല്ലെങ്കിൽ നിന്റെ അണ്ണാക്ക് വെച്ച് ഞാൻ പൊട്ടിക്കും. അതെ ദേശീയ അവാർഡ് മേടിച്ച രാജാമണ്ണ അഭിനയം പഠിപ്പിച്ച് സുഖു എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. എന്നോട് കളിച്ചാണ്ടല്ലോ. ടി വി കാണിച്ചോ? എന്താടാ ഇത്? എന്താ ഞാൻ മേടിക്കട്ടുന്ന ഒരു ഷോക്കിയാ.
ഇത്രയ്ക്ക് ആഘോഷമൊക്കെ വേണോ? വേണം. മച്ചാനെ നീ പേടിക്കണ്ട, ഇത് നമ്മൾ കിടുക്കും. ചാലക്കുടി മാത്രമല്ല, കേരളം മൊത്തം നിന്ന് ഞെട്ടും. ഞെട്ടും ചിലപ്പോ ഞൊട്ടും. അഭിനയം അറിയില്ലെന്നും പറഞ്ഞ് സ്റ്റേറ്റ് അവാർഡ് അവസാന നിമിഷം തെറിച്ചുപോയി ഓർക്കുന്ന നല്ലതാ. നീ ഇത് കുടിക്കണ്ട പാട്ടി. എടാ ഈ സ്റ്റേറ്റ് അവാർഡ് പോലത്തെ പീക്കിരി അവാർഡ് അല്ല, പിന്നെ ദേശീയ അവാർഡാണ്. വിവരമുള്ളവർ കൊടുക്കുന്ന അവാർഡ്. ദേശീയ അവാർഡ് പോയി ടി വി നോക്കണം. എങ്ങനെയുണ്ട്? കറുത്ത വെളുത്ത മുത്തിന് കൊള്ളാം, അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. മികച്ച ചിത്രത്തിന് വാസന്തിയും ലക്ഷ്മിയും കഥകളിയും അവസാന റൗണ്ടിലുണ്ട്. മികച്ച നടനുള്ള നോമിനേഷനിൽ മലയാളത്തിൽ നിന്നുള്ള 2 പേരാണ് അവസാന റൗണ്ട് വരെ ഉണ്ടായിരുന്നത്. മിമിക്രിയിലൂടെ സിനിമയിൽ സജീവമായ അഭിമാന താരം രാജാമണിയായിരിക്കും മികച്ച നടനെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതാനും മിനിറ്റുകൾക്കകം അവാർഡുകൾ പ്രഖ്യാപിക്കും. ദേശീയ ചലച്ചിത്ര അവാർഡിനെ സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമായിരിക്കുകയാണ്. മികച്ച ചിത്രമായി മലയാള ചിത്രം കഥകളി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഫ്രഞ്ച് ഗവൺമെന്റുമായി സഹകരിച്ച് ചെയ്ത ചിത്രമാണ് കഥകളി. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മികച്ച നടനുള്ള പുരസ്കാരം രാജാമണിക്ക് നഷ്ടമായിരിക്കുന്നു. രാജാമണിക്ക് സ്പെഷ്യൽ ജൂറി പുരസ്കാരം. വാസന്തിയിലെ അന്ധഗായകനെ അവതരിപ്പിച്ച രാജാമണിക്ക് മികച്ച നടനുള്ള പുരസ്കാരം അവസാന നിമിഷം നഷ്ടമാവുകയായിരുന്നു. പിന്നെ അവരവനെ ചതിച്ചു. ഇറങ്ങടാ. നിങ്ങളിത് എന്താ തമ്പര? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞൂടെ? അതെ, എല്ലാം കഴിഞ്ഞു. 2 ലക്ഷം വേണേ തരാം. വേണ്ട. നാട്ടുകാരുടെ മുന്നിൽ കൈ നീട്ടുമ്പോഴും എംബ്രാൻ എന്നെ ഓർത്തില്ലല്ലേ? എന്റെ മോനിപ്പ രാജാവാ, കണ്ടില്ലേ? നിങ്ങൾ ചോദിച്ചാൽ അവൻ എന്തും തരുമല്ല. എംബ്രാൻ എത്ര കടയുണ്ട്, അത് ഞാൻ വീട്ടും. ആലീസിന്റെ കല്യാണം നമുക്ക് ഗംഭീരായിട്ട് നടത്തണം. അതിനെത്രയാ വേണ്ടാച്ചാ ചോദിച്ചോ. ഇതൊക്കെ മുകളിലിരിക്കുന്നവന്റെ ഒരു കറക്കിക്കൊത്തില്ല തമ്പര. അതൊന്നും നമുക്ക് തടയാൻ പറ്റൂല. ജോസേ, എംബ്രാൻ എത്രയാ വേണ്ടെന്ന് വെച്ചാ കൊടുത്തേക്ക്. പ്രമാണൊക്കെ നമുക്ക് സൗകര്യം പോലെ ശരിയാക്കാം. ജോസ് നമ്മുടെ മാനേജരാ. നമസ്കാരം. അപ്പൊ മുതലാളി വിട്ടോ, നിങ്ങളുടെ കാശ് വീട്ടിലെത്തും. ഞങ്ങള് ബിസിനസ് ഒന്ന് സംസാരിക്കട്ടെ. നിന്റെ അച്ഛൻ്റെയും വിയർപ്പ് വീണ മണ്ണായത്. അത് നിന്റെ കയ്യിൽ വരുന്നതില് എനിക്ക് സന്തോഷമുള്ളൂ. എംബ്രാനിപ്പോ ഹാപ്പി ആയില്ലേ? നമുക്കൊന്നും പൊട്ടിച്ചാലോ? പഴയ പോലെ വാറ്റല്ല, സ്കോച്ചാണ്, സ്കോച്ച്. ഷുഗർ പിടിച്ച പശുവിന്റെ പാലാണ്. കുറച്ച് ഗോമൂത്രം മിക്സ് ചെയ്തിട്ടുണ്ട്, നിന്റെ തലയിലോട്ട് ഒഴിക്കട്ടെ. അയ്യോ വേണ്ടേ, ഞാൻ സൂപ്പർ സ്റ്റാർ ആയി പോകും. സൂപ്പർ സ്റ്റാർ രാജ്കുമാർ ജഗജാന കില്ലടിക്കുന്ന ഏതാ ടിക്കറ്റ് കൂടി മാത്രം. വാ വാ വാ. ഇതാണ് സാറേ, സാറിന് ഫ്രീ പാസ് ആട്ടോ. വേണ്ട, ഞാൻ ടിക്കറ്റ് എടുത്ത് കണ്ടോളാം. പിന്നെ സൂപ്പർ സ്റ്റാർ രാജ്കുമാറിന്റെ സിനിമ ഫുള്ളാകുന്നതിന് മുമ്പ് ഈ പൂഞ്ഞാലി രാജാവിന്റെ സിനിമ ഫുള്ളാകുന്ന കാശ് വാരി എറിഞ്ഞിരിക്കാനുള്ളത്. നിങ്ങൾ പോകാൻ കറ്റിക്കുന്ന ആൾക്കാരെ കരുമാറുകയാണെങ്കിൽ ഡയലോഗ് തിയേറ്ററിൽ കേൾക്കാണ്ട് വന്നാ മലപ്പുറം കത്തിയാവണം തങ്ങളുടെ പൂളിക്കളയും. രാജ്കുമാറിന് എനിക്ക് പ്രശ്നമല്ല. ഞാൻ രാജ്കുമാർ സാറിന്റെ പടത്തിൽ ഡയലോഗ് പറഞ്ഞല്ലേ അഭിനയം പഠിക്കാൻ. മോർണിംഗ് ഷോ കരിമാണി ഫുള്ളേ. അയാൾക്ക് ഒരു ബോർഡ് കിട്ടാ. ശശിയണ്ണ, പാലിന്റെ കാശ് എത്ര ലിറ്റർ? 100. രാജ്കുമാർ സാറിന്റെ വലിയ ശരീരം നനഞ്ഞു വരണ്ടേ, അപ്പൊ അത്രയും പാല് വേണ്ടെന്ന്. 10 ലിറ്റർ പാല് 90 ലിറ്റർ വെള്ളം ചേർക്കുള്ളൂ. അത് നിങ്ങളുടെ തന്ത. എനിക്ക് എന്റെ തന്തയെ പോലാണ് രാജ്കുമാർ സാർ. അങ്ങേരുടെ പാല് ഞാൻ വെള്ളം ചേർക്കോ? അങ്ങേരുടെ പാലോ? നിങ്ങളുടെ സൂപ്പർ സ്റ്റാറിന്റെ പശുവാണോ? എന്റെ ശശിയാണ് ഇതിന് വെള്ളം ചേർത്തെന്താ? നിങ്ങൾ എന്റെ പേരിൽ 300 ലിറ്റർ കണക്കെടുത്തി എടുക്കൂലേ? ആ കാശ് അങ്ങനെ കൊടുക്കാൻ അങ്ങോട്ട്.
ഷൂട്ടപ്പോഴാ തുടങ്ങുന്നത്. ഞാനാണ് പറയേണ്ടത്, അവരല്ലേ? നീ അവിടെ പോയി ചോദിക്കടാ. ചൊറിഞ്ഞിട്ട് നിവർത്തിയില്ല മനുഷ്യന്. ഓ തിയേറ്ററിൽ ആള് തീരില്ല. നമ്മളോട് ഫാൻസാരെ കണക്കല്ലേ കരുമാടിക്ക് കൂവാൻ കയറ്റിയത്. ആ രാജ്കുമാർ സാറിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് വന്നേരെങ്കിലും പുള്ളിയുടെ പടത്തിന് കയറ്റിക്കൂടെ? നിങ്ങൾ കൂവാൻ കയറ്റിയ ആൾക്കാരൊക്കെ മഴയുടെ പടം കണ്ട് കൈയടിക്കാണ്. ഒന്ന് പോയാടാ. രാജ്കുമാർ സാറിന്റെ പടത്തിനെ മോർണിംഗ് ഷോക്ക് അല്ലെങ്കിൽ ഇത്തിരി ആള് കുറയും. മാറ്റിനെ ഒന്ന് നോക്കിക്കോ, പൂരത്തിലുള്ള ആൾക്കാരുണ്ടാവും. തേക്കങ്ങാട് മൈതാനിലായിരിക്കും. നീ വന്ന് ആ ചെണ്ടക്കാരോട് മാറ്റിക്കേറ്റ് ഇക്കടക്കിന് ആരും കയറാൻ വഴിയില്ല. ഷോ കഴിയുമ്പോ ഊണ് മേടിച്ചു കൊടുക്കുവോ? ഊണൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. പറഞ്ഞോട്ടേക്ക്. ഇനിയിപ്പോ അയാളടുത്ത് എന്തെന്ന് പറയും. 1 മണിക്കൂറായി തുടങ്ങിയിട്ട് എന്റെ കോപ്പിലൊരു ഫോൺ വിളി. ഇങ്ങനെ ഷൂട്ടിംഗ് ബ്രേക്ക് ആകുമ്പോഴാണ് റിലാക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നത്. മുമ്പ് ആലുവ എടുത്തോണ്ടോ. അവനെ ഒരു മിൽക്ക് ഷേക്ക് കൂടെ എടുത്തോ, ഇത്തിരി ബദാം കൂടെ ഇട്ടോ. ശരി സാർ. ഒരു വല്ലാത്ത പരിപാടി. ഇപ്പൊ എത്ര നേരം ചൊറിഞ്ഞിട്ടിരിക്കാനും വയ്യ. എന്ത് കഷ്ടം നോക്കി. സാറേ സാറേ ഇതെപ്പ തുടങ്ങും? എനിക്കൊന്ന് മൂത്രം ഒഴിക്കാനാണ്. എന്നാ ഞാൻ ഒഴിപ്പിച്ചു തന്നോ? അപ്പൊ ഇത് ഊരിലേക്ക് ചാക്കിനകത്ത് മൂത്രം ഒഴിക്കണോ? ഓ ഇങ്ങോന്നെ. എന്താ സാർ ഈ തൊളവട അവിടെ വെച്ചട്ടെ ഇവിടെ ഒരു തൊളിയിട്. അയ്യോ സാർ. ആ ഉഴുന്നോടെ കൊണ്ടുവരും. ശരി സാർ. ഓ ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ ഷാപ്പാറിനൊരു കുഴപ്പമില്ല. വെട്ടി വിഴുങ്ങുക. റിഫ്ലക്ടറെ കൊണ്ട് മാറ്റി വെക്ക. ഞാൻ ആദ്യം സബ്ജക്റ്റ് കേട്ടപ്പോഴേ പറഞ്ഞതാ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്ന്. വീണല്ലേ? ഓക്കെ ഓക്കെ. സാറേ, മലബാർ കോഴിക്കോട് ഭാഗത്തൊക്കെ ഭയങ്കര പോക്കായിട്ടോ പടം. കയ്യിന്ന് പോയി. തിരുവനന്തപുരത്ത് നല്ല കൂവല. അടുത്ത ഷോയ്ക്ക് ആരും ഇല്ലെന്നാ പറയണേ. അപ്പൊ പിന്നെ ഇനി ഇയാളെ വെച്ചെടുക്കണോ? പാലക്കാടും പോയി. എനിക്കറിയായിരുന്നു. 18ഉം 19ഉം ഷിജിക്ക് വർക്കില്ല കേട്ടോ. പക്ഷെ റൂം പറഞ്ഞിട്ടുണ്ട്, തലേന്നേ പോരെ. ആ വാവച്ച സാറിന് എന്താ പറ്റി? അയാൾ ഇരിക്കുന്നു നിൽക്കുന്നു നടക്കുന്നു, പിന്നെ ഇരിക്കുന്നു നിൽക്കുന്നു നടക്കുന്നു. എന്തുവാ? അതുപോലെ പൈസന്റെ ആയിരിക്കും. മൂലക്കുരുവോ? അതിങ്ങനെ നടന്നാ മാറുവോ? എന്നാ പിന്നെ ഇവിടെ വർക്കോ നടക്കുന്നില്ല. ഞാനൊന്ന് നടന്നേച്ചു വരാം. ഇതൊക്കെ എന്ത്? അതെ, ഇതിപ്പോ ഇങ്ങനെ പോയ എങ്ങനെ ഷൂട്ടിംഗ് നടക്കണ്ടേ? ഇറങ്ങി ഇവിടെ തന്നെ റിസൾട്ട് അറിയാതെ മൂപ്പരിനെ അഭിനയിക്കത്തില്ല. അങ്ങനെ പതിവ്. ഈ മൂവിയുടെ ഷൂട്ടിംഗ് ഇങ്ങനെ പോകുന്നെങ്കിൽ എന്റെ സാൻ ഫ്രാൻസിസ്കോയിൽ വീടങ്ങ് വിൽക്കേണ്ടി വരും. എന്തെങ്കിലും ഒന്നും ചെയ്യാതെ പറ്റത്തില്ല കേട്ടോ. സാറേ, ഇവിടെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെ തന്നെയാണ്. മൂപ്പരെ പുതിയ പടം റിലീസ് ചെയ്യുന്ന ടെൻഷനില്ല. അത് കഴിയാതെ ഷൂട്ടിംഗ് നടക്കും തോന്നുന്നില്ല. ഈ സാൻ ഫ്രാൻസിസ്കോയിലെ വീട് ഈ കോപ്പനോട് 1000 വട്ടം പറഞ്ഞാൽ ഇത്രയും വലിയ സെറ്റപ്പ് ഇന്ന് വേണ്ട എന്ന് ചോദിച്ചാൽ ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കും. അങ്ങേരും കൂടെ വിചാരിച്ചാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നീ പോയിട്ട് ആ രാജനെ വിളിച്ചോ. ഏത് രാജൻ? രാജ്കുമാറിനെ. അങ്ങനെ പറയല്ലേ, അങ്ങേര് ഭയങ്കര ദേഷ്യക്കാരനാ. നമുക്ക് എല്ലാവർക്കും കൂടെ പോയി അങ്ങേരുടെ കാലെ പിടിച്ച് വീണ കാര്യം നടക്കും. വീണ കാര്യം നടക്കും, എനിക്ക് ഉറപ്പാ. വാ. ഒന്നും പറ്റില്ല. വാ. എന്നാതിന്? അതെ, നമ്മുടെ മുഖഭാവം കണ്ട മൂപ്പർക്ക് തോന്നണം പടം സൂപ്പർ ഹിറ്റാണ്. അതെ അതെ. ചെല്ലി ചെന്ന് മൂട്ടറ വായി നോക്കി ചെല്ലേ. എന്താണ്? കൺഗ്രാജുലേഷൻ സാർ. കോഴിക്കോടും കണ്ണൂരും ഒക്കെ ഹൗസ്ഫുള്ളാ. തിരുവനന്തപുരത്താണെങ്കിൽ കയ്യടി കാരണം ഡയലോഗുകൾ കേൾക്കാൻ പറ്റുന്നില്ലെന്നുള്ള പരാതിയാ. ഭയങ്കര ഹിറ്റാ. അതെ, ഷൂട്ടിംഗ് തുടങ്ങാന്ന് പറഞ്ഞു. ആരെങ്കിലും വിളിച്ചോ? ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് അങ്ങോട്ട് വിളിച്ച് വെച്ചതേ ഉള്ളൂ. പുള്ളി പറഞ്ഞെന്നറിയോ, ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല. നല്ല പടാ. ഫാമിലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കൂവി തോപ്പിക്കാൻ കുറെ അമ്മമാരുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാം. വാ വാ വാ. ഫാൻസാർ ഭയങ്കര ഹാപ്പിയാണ്. അതാണ് ഷൂട്ടിംഗ് തുടങ്ങാൻ തുടങ്ങി. സന്തോഷ വാർത്ത തരാൻ സാറിന്റെ ആളെത്തി. ആ ചിരി കണ്ടാ അറിയാം. കൊച്ചു ഒക്കെയാ സാറേ. പടം സൂപ്പർ ഹിറ്റാ. അറിഞ്ഞായിരുന്നു. അപ്പൊ എങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങാം? ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുള്ള ഇന്നങ്ങ് തീർത്താലേ ചെലവ് കുറഞ്ഞു. അടങ്ങന്റെ വാവച്ച. ഒരു പടം സൂപ്പർ ഹിറ്റ് ആവുന്നതിന്റെ ടെൻഷൻ വല്ലതും ഇയാൾക്കറിയൂ? അതെ, ചുമ്മാ കാശങ്ങ് ചെലവാക്കിയാ പോരെ. എനിക്കൊന്നും അറിയത്തില്ലോ. ഡയറക്റ്റ് ലഞ്ച് കഴിഞ്ഞിട്ടാവാം. അതാരാ? അയ്യോ, ഞാൻ മറന്നു. ഈരാളി വന്നു. ഒരു ചെറിയ ഇന്റർവ്യൂ, 10 മിനിറ്റ്. ഞാൻ പെട്ടെന്ന് റെഡിയാവും. വെറുതെ നിൽക്കാതെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഒക്കെ റെഡിയാന്ന്. ക്യാമറ സൂം ചെയ്തോ. കണ്ടില്ലേ, പടം ഹിറ്റ്. വെറും ഹിറ്റ് അല്ല, സൂപ്പർ ഹിറ്റ്. താങ്ക് യു. നീരാളി. ഓ ഇന്നിനി നോക്കണ്ട. ഇന്ന് ഷൂട്ട് നേരത്തെ തരും. കഴിഞ്ഞ 2 പടവും സൂപ്പർ ഹിറ്റ് അല്ല, അത് സംവിധായകരുടെ പ്രശ്നം. പക്ഷെ താൻ എന്തൊക്കെയാണോ എഴുതി കൂട്ടിയത്? ഇപ്പൊ എന്തു പറയുന്നു? ഇപ്പോഴും അതുപോലൊക്കെ തന്നെ, ഒരു മാറ്റവും ഇല്ല. എന്ന് വെച്ചാൽ പഴയതിനേക്കാളും മോശാഭിപ്രായം. നിങ്ങൾ എങ്ങനെ പറയൂ? ഇതൊരു ബുജ്ജിപ്പടമല്ല, ഒരു പക്ക എന്റർടൈനർ. എന്റെ സാറേ, ഞാൻ പടം കണ്ടിട്ട് തന്നെയാ വരുന്നത്. നിങ്ങളുടെ പടത്തിന് എത്ര ആളാന്നാ പറഞ്ഞത്? ശശി, എത്ര ആളുണ്ടാ? അത് പിന്നെ ഒരു 25-50 അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ക്രൈം ഡൗൺ. ഉള്ള 100-500 ഫാൻസുകാരെ അപ്പുറത്തെ പടത്തിന് കൂവാൻ കയറ്റിയില്ലേ?
സത്യമല്ലേ ശശിയെ ഞാൻ പറഞ്ഞത്? സത്യമാണോ? പറഞ്ഞു കൊടുക്ക് ശശി. നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഉപജാപക വൃന്ദത്തിന്റെ പുകഴ്ത്തൽ മാത്രം കേട്ടാൽ പോരാ സാറേ. കാലം മാറി. ഒരു സൂപ്പർ താരങ്ങളും ഇല്ലാത്ത പടം ഓപ്പോസിറ്റ് സൂപ്പർ ഹിറ്റായി ഓടുന്നത് കണ്ടില്ലേ? തിന്നതയിച്ചു. എഴുന്നേറ്റ് പോണു. എന്നെ നോക്കുന്നത്? എടോ ഈരാളി, ഒന്ന് എഴുന്നേക്കാവോ? അതാരാ പോയത്? സാറ് പോയി. എന്താ? ഏത് സമയത്താണ് നിന്നെ ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തേ? നീ ഈരാളി അല്ലടോ. നീ ഈരാളി. എല്ലാത്തിലും കഴിഞ്ഞോ?